ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പള്ളിപ്പുറത്ത് 12,000-ൽ പരം കാടകളെ വളർത്തുന്ന യുവ സംരംഭകർ ബീന ഔസേപ്പിന്റെ കാട ഫാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹലോ ബീന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫാം തുടങ്ങിയിട്ട് എത്ര നാളായി? ഫാം തുടങ്ങിയിട്ട് 10 വർഷം. 10 വർഷമായി കാട ഫാം തുടങ്ങി. അതിനു മുമ്പ് ബീന എന്തായിരുന്നു ചെയ്തത്? ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. പ്രവാസി റിട്ടേൺ ആണ്. യമനിലായിരുന്നു ജോലി ചെയ്തത്. നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അവിടെ സിവിൽ വാറിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോരേണ്ടി വന്നു. യമനിൽ നിന്ന് നാട്ടിൽ വന്നു ജോലി എംബസി ഇവാക്യുവേറ്റ് ചെയ്തതായിരുന്നു. സിവിൽ വാറിൽ ജോലി നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്നതിന് ശേഷം ആരംഭിച്ച ഒരു സ്വയം തൊഴിലാണ്. കാടകൃഷിക്ക് മുൻപ് ഞാൻ മുയൽ വളർത്തലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതില് ഒരു 100 മുയലോളം 110 മുയലോളം വളർത്തിയിരുന്നു. അതിനുശേഷം മുയലിന്റെ വിപണന സാധ്യത കുറഞ്ഞപ്പോഴാണ് കാടകൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം എത്ര കാട? 100 കാടയിൽ നിന്നാണ് ആരംഭം. തുടക്കത്തില് ലാഭമായിരുന്നു. തുടക്കത്തില് നമ്മുടെ പരിചയക്കുറവ് കൊണ്ട് കുറെ നഷ്ടങ്ങളായിരുന്നു. 100 കാടയിൽ നിന്ന് 40 രൂപയൊക്കെ ആയിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഡെയിലി. അതിനുശേഷം ഞങ്ങൾ അതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. കൂടുതലായിട്ട് അതിലേക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പടിപടിയായിട്ട് മുന്നോട്ട് വന്നു. പിന്നീട് നമ്മൾ അത് മുതൽ, അതായത് 100 കാടയിൽ നിന്നാണ് ഇന്നിപ്പോ ഈ 12,000-ൽ പരം കാടകളെ വളർത്തുന്നത്. അതെ, ഇതൊരു വലിയ അസാധ്യമായ കാര്യമാണ്. ഇതില് ഇപ്പൊ എങ്ങനെയാണ്, സക്സസ് ആണോ? തീർച്ചയായിട്ടും സക്സസ് അല്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാതിരുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങളാണ് ഇത്രയും വർഷങ്ങളായിട്ടും ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മുടെ ദൈവീയ കൂട്ടിയിട്ടുള്ളതെല്ലാം ഞങ്ങളുടെ ജീവിത ഇതിനുള്ള മാർഗം ഇത് തന്നെയാണ്. വരുമാനം മെയിനായിട്ട് ഇത് തന്നെയാണ്. പിന്നെ നമ്മള് ഇപ്പൊ നിലവിൽ 12,000 കാടകളുണ്ട്. ഏറ്റവും അടുത്ത കഴിഞ്ഞ ജൂൺ മാസം ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ആലപ്പുഴ ജില്ലയെ ഏറ്റവും കൂടുതൽ ബാധിച്ച പക്ഷിപ്പനിയാണ്. ആ പക്ഷിപ്പനിയിൽ ഞങ്ങൾക്കും ഒത്തിരി നഷ്ടമുണ്ടായി. ഇവിടെ പൂർണ്ണമായിട്ടും ഫാം കള്ള് ചെയ്യേണ്ടി വന്നു. 11,000-ൽ പരം കാടകളുണ്ടായിരുന്നു. വാർത്താ പ്രാധാന്യമൊക്കെ നേടിയതായിരുന്നു. അതിനുശേഷം 3 മാസം നിരോധന മേഖലയാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് പക്ഷിപ്പനി ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ അടുത്ത ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കൊണ്ട് അവരുടെ ഇതിൽ വന്നായിരുന്നു. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മൾ അത് വീണ്ടും റീഗെയിൻ ചെയ്ത് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ 12,000 കാടകൾ. സന്തോഷം. ബീന, അപ്പൊ ഈ കാട എത്ര തരമുണ്ട്? കാട ഇപ്പം നമ്മള് ജാപ്പനീസ് കുയിലുണ്ട്, പിന്നെ മഞ്ചൂരിയൻ ഗോൾഡ്, വൈറ്റ് കാടയുണ്ട്. അപ്പൊ സാധാരണ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷിക്ക് വേണ്ടി വളർത്തുന്നത് ജാപ്പനീസ് കുയിൽ, അതായത് ഈ കാടയാണ്. ഇതാണ് ജാപ്പനീസ്. പിന്നെ വെള്ളക്കാട, ഫാൻസി കാട ഐറ്റമാണ് ഇവിടെയൊക്കെ ഉണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ കർഷകര് മുട്ടയുടെ ആവശ്യത്തിന് വളർത്തുന്നത് ജാപ്പനീസ് കുയിലാണ്. ഈ കാടയാണ്. ഒരു കാടയുടെ ആയുർദൈർഘ്യം വരുന്നത് 1 വർഷമാണ്. ഒരു കാട 1 വർഷം വരെ ജീവിച്ചിരിക്കും.
10 മാസം വരെ കാട മുട്ടയിടും. അതായത് 10 മാസം വരെ മുട്ടയിടും. അപ്പൊ ഇൻക്യുബേറ്ററിൽ നിന്ന് എടുക്കുന്ന കുഞ്ഞ് മുട്ട ഇടുന്നത് ഏത് പ്രായം? 45-ാമത്തെ ദിവസം. അതായത് മുട്ട വിരിഞ്ഞ് 45-ാം ദിവസം മുതൽ നമ്മൾ ഈ കാടയെ മുട്ടയ്ക്ക് വേണ്ടി സെയിൽ ചെയ്യുന്നത് ഏത് പ്രായത്തിൽ? 4 ആഴ്ച പ്രായത്തിലാണ് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് സെയിൽ. അതായത് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ 4 ആഴ്ചയാകുമ്പോൾ മുട്ടയ്ക്ക് വേണ്ടി നമുക്ക് സെയിൽ. ഇവിടെ സെയിൽ ഉണ്ടല്ലോ? ഉണ്ട്. അത് കൂടാതെ ഇവിടെ എന്തൊക്കെയാണ്? കേരളത്തിലെ എല്ലാ ജില്ലകളിലും സപ്ലൈ. അപ്പൊ ഈ മുട്ട കാടകളെ അല്ലാതെ പിന്നെന്തൊക്കെയാണ് ഇവിടെ സെയിൽ? ഇവിടെ കാട മുട്ടയുടെ വിപണനമുണ്ട്. ഒരു ദിവസം 2000 മുട്ട കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം. പിന്നെ കാട കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാട മീറ്റിന്റെ സപ്ലൈ ഉണ്ട്. അത് ലൈവ് ഡ്രസ് ചെയ്തും കൊടുക്കും, ലൈവും കൊടുക്കും. ഇത് എല്ലാം ഇവിടെ തന്നെ ചെയ്യാം. ഈ മുട്ട എല്ലാം തന്നെ ഡെയിലി പോവാം. അതാത് ദിവസം തന്നെ. അതെ. മുട്ട ഇന്ന് നമുക്കിപ്പോ 2000 മുട്ട കൊടുക്കുന്നു. നമുക്ക് ഒരു ദിവസം എത്ര രൂപ? 2000 രൂപ വരുമാനം. ഒരു മുട്ടയിൽ നിന്ന് ഒരു രൂപ വരുമാനം ഒരു കർഷകന് പ്രതീക്ഷിക്കാവുന്ന തീറ്റ ചെലവ്. ഇപ്പൊ 100 കാട ഉണ്ടെങ്കിൽ ഒരു ദിവസം 100 രൂപ വരുമാനം ഒരു കർഷകൻ. അതായത് ഒരു 100 കാട വളർത്തുന്ന ഒരു യുവ കർഷകന് നമുക്ക് എത്ര രൂപ മിച്ചം പിടിക്കാം? 100 കാട 100 രൂപ ഉറപ്പായിട്ടും. ഒരു കാടമുട്ടയുടെ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഞങ്ങൾ കൊടുക്കുന്നത് 2.5 രൂപയ്ക്ക്. പാക്ക് ചെയ്ത് കടകളിൽ കൊടുത്താൽ 3 രൂപ കിട്ടാറുണ്ട്. 2.5 രൂപയ്ക്ക് കൊടുത്താൽ പോലും നമുക്ക് 1 രൂപ വരുമാനം കിട്ടും. ഈ ഇറച്ചി മറ്റേ അഡീഷണൽ ആയിട്ട് നമ്മുടെ ലാഭം. അപ്പൊ കാട കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരിക്കലും നഷ്ടം വരില്ല. ഒരിക്കലും നഷ്ടം വരില്ല. മാഡം മുട്ട ഇവിടെ വിരിയിക്കാറുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് ഇൻക്യുബേറ്റർ ഉണ്ട്. ഇത് 5000 കപ്പാസിറ്റിയുടെ ഇൻക്യുബേറ്റർ ആണ്. 5000 മുട്ടകൾ വിരിയിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഹാച്ചിങ് ബേഡ്സിനെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുട്ട എടുത്തിട്ടാണ് വിരിയിക്കുന്നത്. 15 മുതൽ 17 ദിവസം കൊണ്ടാണ് കാടമുട്ട വിരിയുന്നത്. 15 മുതൽ 17 ദിവസം. അതിനുശേഷം വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റുന്നു. എത്ര ദിവസം ബ്രൂഡിങ്ങിന് 21 ദിവസം കൃത്രിമമായിട്ട് ചൂട് കൊടുത്തിട്ടാണ് ഇവരെ വളർത്തിയെടുക്കുന്നത്. 3 ആഴ്ച. അതിനുശേഷം 4-ാമത്തെ ആഴ്ച ഫീമെയിൽ കാടകളെ വിപണനത്തിന് വേണ്ടിയിട്ട് കർഷകർക്ക് സപ്ലൈ ചെയ്യും. മുട്ടക്കാടയെ സപ്ലൈ ചെയ്യും. പിന്നെ മെയിലിനെ 7 അല്ലെങ്കിൽ 8 ആഴ്ച ആകുമ്പോഴത്തേക്ക് മീറ്റിന് വേണ്ടിയിട്ടും സപ്ലൈ ചെയ്യും. ഇനി ഇത് മുട്ടയിടുന്നത് മാഡം നേരത്തെ പറഞ്ഞു ഒരു വർഷത്തിനകം 10 മാസം. അപ്പൊ മുട്ടയുടെ കാലാവധി കഴിയുമ്പോൾ പിന്നെ ആ കാടയെ നമ്മൾ മുട്ടയിട്ട് കഴിഞ്ഞ കാടയെയും നമ്മൾ ഇറച്ചിയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. മീറ്റിനെ മാഡം ഏറ്റവും അനുയോജ്യമായ ഏത് പ്രായമാണ്? മീറ്റിനെ 2 പ്രായത്തിലും എടുക്കാറുണ്ട്. മുട്ടയിട്ട് കഴിഞ്ഞ കാടകൾക്ക് താരതമ്യേന മാംസം കൂടുതലായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇറച്ചിക്കാട എന്ന് പറയുന്നത് പൂവൻ കാടകളാണ്. പൂവൻ കാടയ്ക്ക് താരതമ്യേന ശരീരഭാരം കുറവായിരിക്കും, പക്ഷെ ടേസ്റ്റ് കൂടുതൽ വരുന്നത് പൂവൻ കാടയ്ക്കാണ്. ഇവിടെ ഈ പൂവൻ കാടയും പെടക്കാടയും കൂടെ അവരെ വേർതിരിച്ചറിയുന്ന ഏത് പ്രായത്തിലാണ്? പൂവൻ കാടയും പെടക്കാടയും തിരിച്ചറിയുന്നത് 28 ദിവസം പ്രായമുള്ള ഒന്ന് കാണാൻ അവരുടെ വ്യത്യാസം എങ്ങനെയാണ്? കഴുത്തിന് താഴെ ചുവപ്പ് കളറുള്ളത് പൂവൻ കാടയും കഴുത്തിന് താഴെ ചാര നിറത്തിലുള്ള പൊട്ടുകളോട് കൂടിയത് പിടക്കാടയും. മാഡം ഇത് പൂവനോ പെടയോ എങ്ങനെ തിരിച്ചറിയും? അത് പൂവൻ കാടയാണ്. പൂവൻ കാട എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പൂവൻ കാടയ്ക്ക് കഴുത്തിന് താഴെ ഓറഞ്ച് കളറായിരിക്കും. ഇത് ഓറഞ്ച്. അതെ. ഫീമെയിൽ കാട പിടക്കാട കഴുത്തിന് താഴെ ചാര നിറത്തിൽ പൊട്ടുകളോട് ഇത് പിടക്കാട. ഇത് ഗോൾഡ് നിറം വരുന്ന പൂവൻ കാട. ഇത് തിരിച്ചറിയുന്ന കാലഘട്ടം 4 ആഴ്ച. 28 ദിവസം പ്രായത്തിലായിരിക്കും ഇത് തിരിച്ചറിയുന്നത്. അപ്പൊ ഇത് പിടക്കാട്, അത് പൂവൻ കാട. മാഡം ഇതിന്റെ തറ എങ്ങനെ സെറ്റ് ചെയ്തു? ഇതിന് പറയുന്നത് ലിറ്റർ സിസ്റ്റം എന്നാണ് പറയുന്നത്. താഴെ നമ്മൾ ഇത് ബ്രൂഡിങ്ങിന് ശേഷം ഇവരെ നിലത്തിട്ടാണ് വളർത്തിയെടുക്കുന്നത്. 4 ആഴ്ച പ്രായത്തിൽ, ഇതിപ്പോ 4 ആഴ്ചയായ കാടയാണ്. ഇന്ന് ഇടുക്കിയിലേക്ക് സപ്ലൈ ഉള്ള കാടയാണ്. ഇന്ന് സപ്ലൈ ഉള്ളതാണ്. ഇത് ബുക്കിംഗ് ആയ കാടയാണ്. അപ്പൊ ഇത് നമ്മള് 4 ആഴ്ച പ്രായമുള്ള ഫീമെയിൽ കാടകളെ ഫീമെയിലിനെ തിരിഞ്ഞ് കർഷകർക്ക് വളർത്താനായിട്ട് കൊടുക്കും. ബാക്കി മെയിൽ കാടകളെ ഇവിടെ ഇട്ട് തന്നെ വീണ്ടും വളർത്തും ഇറച്ചിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ താഴത്ത് നമ്മള് ചകിരിച്ചോറാണ് വിരിച്ചിരിക്കുന്നത്. 1 അടി കനത്തിൽ ചകിരിച്ചോറ് വിരിക്കുന്നു. അതിന്റെ മേലിൽ ഇതിന്റെ വേസ്റ്റ് ഉണ്ടാകും. അതായത് തറയിൽ നിന്ന് 1 അടി
കനത്തിൽ ചകിരിച്ചോറ്. ചകിരി അല്ലാതെ ഈ അറക്കപ്പൊടി അല്ല. അറക്കപ്പൊടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല, കാരണം വളത്തിന് വേണ്ടി കൊടുക്കുമ്പോ ചകിരിച്ചോറാണ് ചകിരിച്ചോറാണ് നല്ലത്. അതുകൊണ്ട് ഡെയിലി ഇത് മറിച്ചു ഇളക്കി ഈർപ്പമില്ലാതെ, ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോഴും വേണ്ട ഇത് വളമായിട്ട് കൊടുക്കുന്നു. ഇത് എങ്ങനെ ചാക്ക് കണക്കിനാണോ? ഒരു ചാക്കിന് 150. അതിന് സപ്ലൈ ഉണ്ടോ? സപ്ലൈ ഉണ്ട്, പക്ഷെ അത്രത്തോളം നമുക്ക് അതിൽ നിന്ന് വലിയ വരുമാനം ഒന്നും പറയാൻ പറ്റത്തില്ല. ചകിരിച്ചോറിന് 150 രൂപയാണ്. ലിറ്റർ സിസ്റ്റത്തില് ഇത് എത്ര ഡ്യൂറേഷനിലാണ് ഇത് റിമൂവ് ചെയ്യുന്നത്? ഒരു ബാച്ച് കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് ഷെഡ് കഴുകി കുമ്മായി അടിക്കും. അതിനുശേഷം 10 ദിവസത്തിന് ശേഷം അടുത്ത ബാച്ച്. ഇതിന് ഇവരുടെ ഫുഡ് എങ്ങനെയാണ്? ഫുഡ് ഇവർക്ക് സ്റ്റാർട്ടർ ആണ് കൊടുക്കുന്നത്. അത് ഏത് പ്രായം വരെയാ സ്റ്റാർട്ടർ? മുട്ടയിടുന്നത് വരെ സ്റ്റാർട്ടർ കൊടുക്കും. മുട്ടയിടുന്ന സ്റ്റേജ് ആവുമ്പോൾ, മുട്ടയിടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് കാടയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് കുയിൽ ലെയർ. അത് ഇന്ന കമ്പനിയുടെ അത് വല്ലതും? പല ഗോദ്റേജിന്റെ കൃഷി SKM, ഞങ്ങൾ SKM ആണ്. തീറ്റയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മേഡം ഈ വെള്ളത്തിന്റെ സംവിധാനം? വെള്ളം നിപ്പിൾ സിസ്റ്റം ഉണ്ട്. ഇത് ഡ്രിങ്കർ വെച്ചിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. ചെറിയ പ്രായത്തില് ചെറിയ ഡ്രിങ്കറിൽ കൊടുക്കും, വലുതായി കഴിയുമ്പോൾ ഇതുപോലെ ഡ്രിങ്കറിൽ കൊടുക്കും. ഇത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ മേഡം, ഈ നമ്മളിപ്പോ ഫുഡ് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അത് കൂടാതെ ഇവരുടെ ഈ വാക്സിനേഷൻ ഒക്കെ എങ്ങനെ? ഇവർക്ക് കാടയ്ക്ക് വാക്സിൻ ഇല്ല. ലിവർ ടോണിക്കുകൾ കൊടുക്കാറുണ്ട് 21 ദിവസം വരെ. വിമറാൾ കൊടുക്കാറുണ്ട്, ഗ്രോവിപ്ലക്സ്, L52 ലിവർ ടോണിക്, 3 മരുന്നുകളും കൊടുക്കും. അതെങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലാണ് മിക്സ് ചെയ്താൽ കൊടുക്കുക? അല്ലാതെ ഈ വലുതായിട്ട് രോഗം വരാത്തത് കൊണ്ട് അവർക്ക് പ്രതിരോധത്തിന് വേണ്ടുള്ളതൊന്നും ഇഞ്ചക്ഷൻ അങ്ങനെ വാക്സിൻ ആയിട്ടൊന്നും കൊടുക്കാം. ഈ കാട കൃഷിക്ക് മേഡം അനുയോജ്യമായ ടെമ്പറേച്ചർ ഏതാണ്? നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ കാടകൃഷിക്ക് അനുയോജ്യമായതാണ്. ചൂട് കാലങ്ങളിൽ കുറച്ച് മോർട്ടാലിറ്റി കൂടുതൽ വരാറുണ്ട്. പിന്നെ ഷെഡുകൾ ചെയ്യുമ്പോൾ എപ്പോഴും തണലുള്ള പ്രദേശങ്ങളിൽ ചെയ്യുക. സുലഭമായിട്ട് വായു കിട്ടുന്ന, വായുസഞ്ചാരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഷെഡ് ക്രമീകരിക്കുക. പൊതുവെ സൗണ്ട് ഒന്നും അധികം ഇല്ലാത്ത ഏരിയകള്, അങ്ങനെയൊക്കെ ആവുമ്പോ ഞാൻ തന്നെ കാടയുടെ അടുത്ത് വരാതിരുന്നത് ഈ സൗണ്ട്. പിന്നെ പരിചയമില്ലാത്ത വ്യക്തികള്. രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റ് ഉപയോഗിക്കേണ്ട കാര്യം. മുട്ടയിടുന്നത് വരെ ലൈറ്റ് ഇട്ട് കൊടുക്കണം. വെളിച്ചം കാണുന്നതിന് വേണ്ടി. മുട്ടയിടാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. പൊതുവെ നമ്മളോട് ഇണങ്ങുന്ന പക്ഷേ
ഫ്രണ്ട്സ്, ജീവിത പരീക്ഷണങ്ങൾ തളരാതെ കഠിന പരിശ്രമത്തിലൂടെ വിജയതിലകമണിഞ്ഞിരിക്കുന്ന ബീനയെ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും മാതൃകയാക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.